ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഹിസ്റ്റോറിക്സ്. നമുക്കെല്ലാവർക്കും അറിയാം സെറ്റ് എക്സാം തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ സെറ്റ് എക്സാമിൻ്റെ PYQ സീരീസ് ആണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ ആദ്യത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിൻ്റെ സെഷനിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് അത് ചെയ്യുക. ഇത്തരത്തിലുള്ള ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ നമ്മൾ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹിസ്റ്റോറിയോഗ്രാഫി, അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ മെത്തേഡ്സ്, ഈ ഭാഗത്തു നിന്നുള്ള ഒരു 20 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹൂ സെഡ് ഹിസ്റ്ററി മേക്സ് മെൻ വൈസ്? മനുഷ്യനെ വിവേകിയാക്കും ചരിത്രം എന്ന് പറഞ്ഞിട്ടുള്ളത് ആര് എന്നുള്ളതാണ്. നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക, കമൻറ്റിൽ ആൻസർ ചെയ്യുക. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? സർ ഫ്രാൻസിസ് ബേക്കൺ ആണോ, സർ തോമസ് കാർലൈൽ ആണോ, EH കാർ ആണോ, RG കോളിംഗ്വുഡ് ആണോ? ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓപ്ഷൻ എ, സർ ഫ്രാൻസിസ് ബേക്കൺ എന്നുള്ളതാണ്. അദ്ദേഹമാണ് ഹിസ്റ്ററി മേക്സ് മെൻ വൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ദെൻ EH കാറിന് നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഹിസ്റ്ററി ഈസ് ആൻ അൺഎൻഡിങ് ഡയലോഗ് ബിറ്റ്വീൻ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് എന്നുള്ളതാണ്. ആൻഡ് തോമസ് കാർലൈൽ പറഞ്ഞിട്ടുള്ളതാണ് ഹിസ്റ്ററി ഈസ് നത്തിങ് ബട്ട് ദ ബയോഗ്രഫി ഓഫ് ഗ്രേറ്റ് മാൻ എന്നുള്ളത്. ദെൻ RG കോളിംഗ്വുഡിനെ സംബന്ധിച്ചിടത്തോളം ഹിസ്റ്ററി ഈസ് ദി തോട്ട്സ് അല്ലെങ്കിൽ ഐഡിയാസ് എന്നുള്ളതാണ്. ആൻഡ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹിസ്റ്ററി ഈസ് ദ ഹൗസ് വേർ അതർ സബ്ജക്ട്സ് ഡ്വെൽ സെഡ് ബൈ. മറ്റെല്ലാ സബ്ജക്റ്റുകളും വന്ന് ചേരുന്ന ഒരു ഹൗസ് ആണ് ഹിസ്റ്ററി എന്ന് അഭിപ്രായപ്പെട്ടത് ആര് എന്നുള്ളത്. ഓപ്ഷൻ എ ആഡം സ്മിത്ത്, ഓപ്ഷൻ ബി വിൻസെന്റ് എ സ്മിത്ത്, ഓപ്ഷൻ സി GM ട്രെവേലിയൻ, ഓപ്ഷൻ ഡി JB ബെറി. ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓപ്ഷൻ സി GM ട്രെവേലിയൻ എന്നുള്ളതാണ്. അദ്ദേഹമാണ് ഹിസ്റ്ററി ഒരു ഹൗസ് ആണ്, മറ്റെല്ലാ സബ്ജക്റ്റുകളും വന്നു ചേരുന്ന, അല്ലെങ്കിൽ ഹിസ്റ്ററീൻ്റെ ഒരു പ്രഡോമിനൻസിന്, അതിൻ്റെ ഒരു കോർ വാല്യൂവിനെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂല്യത്തിനാണ് ശരിക്കും അവിടെ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ആഡം സ്മിത്ത് എന്ന് പറയുന്നത് ശരിക്കും അദ്ദേഹം ഒരു എക്കണോമിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആണ്. ദെൻ വിൻസെന്റ് എ സ്മിത്ത് എന്ന് പറയുന്ന ഒരു ഐറിഷ് ഇൻഡോളജിസ്റ്റ് ആയിരുന്നു. JB ബെറി അദ്ദേഹം ഹിസ്റ്ററിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് ഹിസ്റ്ററി ഈസ് സയൻസ്, നോ മോർ നോ ലെസ് എന്നുള്ളതാണ്. അടുത്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം. The theoretical frame that mediates between fact and theory is called. ഫാക്റ്റിൻ്റെയും തിയറിൻ്റെയും ഇടയിൽ മീഡിയേറ്റ് ചെയ്യുന്ന തിയററ്റിക്കൽ ഫ്രെയിം ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ കോൺസെപ്റ്റ്, ഓപ്ഷൻ ബി വേരിയബിൾ, ഓപ്ഷൻ സി റിസർച്ച്, ഓപ്ഷൻ ഡി ഹൈപ്പോത്തസിസ്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഹൈപ്പോത്തസിസ് എന്നുള്ളതാണ്. നമ്മുടെ ഹിസ്റ്റോറിക്കൽ മെത്തേഡ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓറൽ ഹിസ്റ്ററി ഈസ് എ, ഓപ്ഷൻ എ പ്രൈമറി സോഴ്സ്, ഓപ്ഷൻ ബി സെക്കൻഡറി സോഴ്സ്, ഓപ്ഷൻ സി നോൺ ഡോക്യുമെൻ്ററി സോഴ്സ്, ഓപ്ഷൻ ഡി ഡോക്യുമെൻ്ററി സോഴ്സ്. ഇവിടെ പെട്ടെന്ന് നമ്മൾ പ്രൈമറി സോഴ്സ് എന്നുള്ള രീതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ ഓറൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി നോൺ ഡോക്യുമെൻ്ററി സോഴ്സ് എന്നുള്ളതാണ് കറക്റ്റായിട്ട് വരുന്നത്. ഇനി അടുത്ത ഒരു ചോദ്യം നോക്കാം. Footnotes and references are used to avoid. ഫുട്നോട്ടും റെഫറൻസും ഉപയോഗിക്കുന്നത് എന്തിനെ ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ്? ഓപ്ഷൻ എ എംപിരിസിസം, ഓപ്ഷൻ ബി പ്ലാജിയറിസം, ഓപ്ഷൻ സി ക്രിറ്റിസിസം, ഓപ്ഷൻ ഡി സിന്തസിസം. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി പ്ലാജിയറിസം എന്നുള്ളതാണ്. അതായത് നമ്മളൊരു വർക്കിനകത്ത് അല്ലെങ്കിൽ ഒരു റിസർച്ച് വർക്കിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഫുട്നോട്ടും റെഫറൻസും കൊടുക്കുന്നത് അതിനകത്തുള്ള പ്ലാജറിസം ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ്. ഒറിജിനൽ സോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ് അവിടെ റെഫർ ചെയ്യുന്നു, അതിനവിടെ മെൻഷൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അടുത്തത് ഒരു വർക്കിനെ സംബന്ധിച്ചാണ്. ഹിസ്റ്റോറിയെ ആൻഡ് ജസ്റ്റ് പീരിയോഡസ് വേർ റിട്ടൺ ബൈ. ആരാണ് ഹിസ്റ്റോറിയെ അതുപോലെ ജസ്റ്റ് പീരിയോഡസ് എന്നുള്ള വർക്കുകൾ എഴുതിയിട്ടുള്ളത്? ഓപ്ഷൻ എ ഹെസോയിഡ്, ഓപ്ഷൻ ബി ഡയനീഷ്യസ്, ഓപ്ഷൻ സി ഹെക്കാറ്റസ്, ഓപ്ഷൻ ഡി ഹെറഡോട്ടസ്. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഓപ്ഷൻ സി ഹെക്കാറ്റസ് എന്നുള്ളതാണ്. ഹെക്കാറ്റസ് ഓഫ് മിലിറ്റസ് നമുക്ക് വളരെ പോപ്പുലർ ആണ്. ഈ ഗ്രീക്ക് ഹിസ്റ്റോറിയോഗ്രാഫിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലോഗോഗ്രാഫിക് ട്രഡീഷനകത്ത് ഏറ്റവും പ്രധാനിയായിട്ടുള്ള ആളാണ് ഹെക്കാറ്റസ് ഓഫ് മിലിറ്റസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജീനിയോളജി, അതാണ് ഹിസ്റ്റോറിയെ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ജസ് പെരിഡിയോസ് എന്ന് പറയുന്നതും അദ്ദേഹത്തിൻ്റെ വർക്ക് ആണ്. ഇനി അടുത്ത ഒരു ചോദ്യം നോക്കാം. The period of Enlightenment historiography is noted for the rise of ഓപ്ഷൻ എ കമ്മ്യൂണിസം, ഓപ്ഷൻ ബി സോഷ്യലിസം, ഓപ്ഷൻ സി ഹ്യൂമനിസം, ഓപ്ഷൻ ഡി ഫണ്ടമെന്റലിസം. വളരെ ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്.
എൻലൈറ്റൻമെൻറ്റ് ഹിസ്റ്റോറിയോഗ്രാഫിയായിട്ട് ബന്ധപ്പെട്ട് എമേർജ് ചെയ്തു വരുന്നത് ഈ കൂട്ടത്തിൽ ഏത് ആശയമാണ്? കമ്മ്യൂണിസം ആണോ, സോഷ്യലിസം ആണോ, ഹ്യൂമനിസം ആണോ, ഫണ്ടമെന്റലിസം ആണോ? ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ഹ്യൂമനിസം എന്നുള്ളതാണ്. അതായത് എൻലൈറ്റൻമെൻറ്റും ഹ്യൂമനിസവും വളരെയധികം ഇൻ്റർ കണക്റ്റഡ് ആണ്. ആൻഡ് ഹ്യൂമനിസത്തിൻ്റെ ഫാദർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഫ്രാൻസിസ്കോ പെട്രാർക്ക് എന്നുള്ളതാണ്. അറിയുമെന്ന് വിചാരിക്കുന്നു. പെട്രാർക്കിനാണ് ഹ്യൂമനിസത്തിൻ്റെ ഫാദർ എന്നൊക്കെ അറിയപ്പെടുന്നത്. ആൻഡ് കമ്മ്യൂണിസം അതുപോലെ തന്നെ സോഷ്യലിസം ഇതൊക്കെ എമേർജ് ചെയ്ത് വരുന്നത് ഒരു 19th സെഞ്ച്വറി ആ ഒരു സമയത്താണ് എന്നുള്ളതാണ്. ആൻഡ് ഫണ്ടമെന്റലിസം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഈ എൻലൈറ്റൻമെൻറ്റ് വാല്യൂസിനെതിരെ വന്നിട്ടുള്ള ഒരു ട്രഡീഷണലിസ്റ്റ് അപ്രോച്ച് ആയിരുന്നു ഫണ്ടമെന്റലിസം എന്ന് പറയുന്നത്. ദെൻ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്: പോയിന്റ് ഔട്ട് ദ സോഷ്യൽ സിസ്റ്റം വിച്ച് ഇസ് നോട്ട് കണക്റ്റഡ് വിത്ത് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം. ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസവുമായിട്ട് കണക്ട് ചെയ്യാത്തത് ഏത്? ഓപ്ഷൻ എ പ്രിമിറ്റീവ് കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി, ഓപ്ഷൻ ബി ഫ്യൂഡൽ സൊസൈറ്റി, ഓപ്ഷൻ സി ക്ലാസ്ലെസ് സൊസൈറ്റി, ഓപ്ഷൻ ഡി ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത് കാൾ മാർക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഐഡിയ ആണ്. അതിനകത്ത് അദ്ദേഹം നമ്മുടെ ചരിത്രത്തിൽ എങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വരുന്നത്, ക്ലാസ് റിലേഷൻഷിപ്പ് വരുന്നത്, ക്ലാസ് സ്ട്രഗിൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. അതിലാദ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പ്രിമിറ്റീവ് കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി എന്നുള്ളത് കാണാനായിട്ട് പറ്റും. പിന്നെ സ്ലേവ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ വരും. പിന്നെ അതിനുശേഷം ഫ്യൂഡൽ സൊസൈറ്റി അല്ലെങ്കിൽ ഫ്യൂഡൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ വരും. പിന്നെ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി വരും. ആൻഡ് ഫൈനലി കമ്മ്യൂണിസ്റ്റ് ഫോം അല്ലെങ്കിൽ ഒരു എന്താണ് പറയുക, ഒരു ക്ലാസ്ലെസ് സൊസൈറ്റി വരും എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസിനകത്ത് അദ്ദേഹം എന്ത് പറഞ്ഞിട്ടില്ല? ക്ലാസ്ലെസ് സൊസൈറ്റി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ ആണ്. ഓക്കെ, ചരിത്രപരമായിട്ടുള്ളതല്ല, അടുത്ത ഒരു ഘട്ടത്തിൽ സംഭവിക്കണം എന്ന് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഗോളാണ് ക്ലാസ്ലെസ് സൊസൈറ്റി എന്ന് പറയുന്നത്. കമ്മ്യൂണിസം വരുന്ന സമയത്ത് സൊസൈറ്റി ഒരു ക്ലാസ്ലെസ് സൊസൈറ്റി ആയിട്ട് മാറും എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Who insisted that history should make use of the discoveries of the social sciences and follow social science approach? അപ്പോൾ ഇവിടെ ചോദ്യതാണ്, ഹിസ്റ്ററിയിൽ സോഷ്യൽ സയൻസിൻ്റെ ഡിസ്കവറീസും അതിൻ്റെ അപ്രോച്ചും ഉപയോഗിക്കണം എന്ന് പറഞ്ഞത് ആര് എന്നുള്ളതാണ്. ഓപ്ഷൻ എ മെറ്റീരിയലിസ്റ്റസ്, ഓപ്ഷൻ ബി അനാൾസ്, ഓപ്ഷൻ സി സോഷ്യോളജിസ്റ്റസ്, ഓപ്ഷൻ ഡി യൂട്ടിലിറ്റേറിയൻസ്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓപ്ഷൻ ബി അനാൾസ് എന്നുള്ളതാണ്. അനാൾസ് സ്കോളേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ടോട്ടൽ ഹിസ്റ്ററി എന്നുള്ള ഒരു അപ്രോച്ചാണ് അവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്, ടോട്ടൽ ഹിസ്റ്ററി. അതുപോലെ തന്നെ അവർ ഈ ഒരു സോഷ്യൽ സയൻസിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ചരിത്രത്തിനെ നോക്കിക്കണ്ടിട്ടുണ്ടായിരുന്നത്. സോഷ്യോളജിസ്റ്റൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കും, അഗസ്റ്റേ കോംറ്റൊക്കെ ഒരു പോസിറ്റിവിസ്റ്റ് അപ്രോച്ചാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഒരു സയൻറ്റിഫിക് ലെവലിലേക്ക് അതിനെ കൊണ്ടുപോകണം എന്നുള്ള ഒരു തിയറിയാണ് വരുന്നത്. പക്ഷേ അനാലിസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടോട്ടൽ ഹിസ്റ്ററി, ബേസിൻ്റെ ചരിത്രം, ഇങ്ങനെയുള്ള ഐഡിയാസൊക്കെയാണ് അവർ മുന്നോട്ട് വെച്ചത്. ആൻഡ് അനാലിസിസ് സ്കൂൾ എന്നുള്ളത് ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ മാർക്ക് ബ്ലോക്ക് ആൻഡ് ഫെർഡിനാൻഡ് ബ്രോദേൽ എന്നുള്ളതാണ്. ഓക്കെ, ഇവർ രണ്ടുപേരാണ് ഈ ഒരു അനാലിസിസ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു ചോദ്യം സബാൾട്ടേൺ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ടാണ്. സബാൾട്ടേൺ സ്റ്റഡീസ് ആർ ലാർജ്ലി ബേസ്ഡ് ഓൺ ദ റൈറ്റിംഗ്സ് ഓഫ് ഓപ്ഷൻ എ കാൾ മാർക്സ്, ഓപ്ഷൻ ബി അന്റോണിയോ ഗ്രാംഷി, ഓപ്ഷൻ സി രണജിത് ഗുഹ, ഓപ്ഷൻ ഡി സുമിത് സർക്കാർ. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സബാൾട്ടേൺ സ്റ്റഡീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് ഓടി വരുന്ന പേരാണ് രണജിത് ഗുഹ എന്ന് പറയുന്നത്. ഏതാണ്ട് 1980s സബാൾട്ടേൺ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് സബാൾട്ടേൺസിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഹിസ്റ്ററി ഫ്രം ബിലോ എന്നുള്ളതാണ്. ഹിസ്റ്ററി ഫ്രം ബിലോ എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ദ ടേം സബാൾട്ടേൺ അത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് അന്റോണിയോ ഗ്രാംഷിയാണ്. അദ്ദേഹം ഒരു ഇറ്റാലിയൻ ഹിസ്റ്റോറിയൻ ആയിരുന്നു. നമ്മുടെ മുസോളിനിയുടെ ആക്രമണത്തിനൊക്കെ വിധേയമായിട്ട് ജയിലിലൊക്കെ കിടക്കേണ്ടി വന്നിട്ടുള്ളതാണ് ഗ്രാംഷി എന്ന് പറയുന്നത്. അദ്ദേഹം എഴുതിയിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള വർക്കാണ്, അദ്ദേഹം ജയിലിൽ കടന്ന സമയത്ത് എഴുതിയിട്ടുള്ളതാണ് പ്രിസൺ നോട്ട് ബുക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഇതിനകത്ത് കാൾ മാർക്സ് ഉണ്ട്. കാൾ മാർക്സിനെ സംബന്ധിച്ചിടത്തോളം സബാൾട്ടേണുമായിട്ടുള്ളൊരു ടേം അല്ലെങ്കിൽ അങ്ങനെ ഒരു റൈറ്റിംഗ് അദ്ദേഹത്തിൻ്റെ വരുന്നില്ല. പിന്നുള്ളത് സുമിത് സർക്കാർ ആണ്. സുമിത് സർക്കാർ എന്ന് പറയുന്നത് ശരിക്കും സബാൾട്ടേൺ ഹിസ്റ്റോറിയൻ ആയിരുന്നു, പക്ഷെ പിൽക്കാലത്ത് സബാൾട്ടേൺ സ്റ്റഡീസിനെ വിമർശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രിട്ടിക്കായിട്ട് മാറി എന്നുള്ളതാണ്.
ഇനി രണജിത്ത് ഗുഹനെ സംബന്ധിച്ചിടത്തോളം സബാൾട്ടേൺ സ്റ്റഡീസിൻ്റെ ആദ്യത്തെ 6 സീരീസും എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇറ്റ് വാസ് രണജിത്ത് ഗുഹ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ദാറ്റ് ഫേർണിഷസ് ഡീറ്റെയിൽസ് ഓഫ് ദ ജീനിയോളജിക്കൽ ലിസ്റ്റ് ഓഫ് ദ ആൻഷ്യൻറ്റ് ഇന്ത്യൻ റൂളേഴ്സ്. പൗരാണിക ഇന്ത്യൻ ഭരണകർത്താക്കളെ പറ്റിയിട്ടുള്ള അവരുടെ ഒരു ജീനിയോളജിക്കൽ ലിസ്റ്റ് നൽകുന്നത് ഏത് വർക്കാണ്? ഋഗ്വേദ, സാമവേദ, ഇതിഹാസാസ്, പുരാണാസ്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി, പുരാണാസ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മളെ ആന്ധ്രാസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ശതവാഹനാസിനെയൊക്കെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ റൂളേഴ്സിൻ്റെ ഒക്കെ ഒരു ലീനിയേജ് അല്ലെങ്കിൽ ഒരു ഡൈനാസ്റ്റിക് ക്രോണോളജി ഒക്കെ നൽകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുരാണാസ് ആണ് എന്നുള്ളതാണ്. ഇതിഹാസാസും ചെറിയ രീതിയിലൊക്കെ നൽകുന്നുണ്ട്, രാമായണ മഹാഭാരതമൊക്കെ. പക്ഷേ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് പറയുന്നത് ഈ പുരാണാസിനെ സംബന്ധിച്ചാണ്. പുരാണ ടെക്സ്റ്റുകൾ ഒരുപാട് ഡൈനസ്റ്റീസും അതിൻ്റെ റൂളേഴ്സിനെയൊക്കെ അവരുടെ ഒരു ജീനിയോളജിക്കലിയുള്ള റെഫറൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇനി അടുത്ത ഒരു ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്, കിതാബുൽ ഹിന്ദ് ഈസ് ഓതേർഡ് ബൈ. ആരാണ് കിതാബ് ഉൽ ഹിന്ദ് എഴുതിയിട്ടുള്ളത്? ഇറ്റ് വാസ് റിട്ടൺ ബൈ ഇബ്നു ഖൽദൂൻ ആണോ, അൽബിറൂനി ആണോ, ബറനി ആണോ, ബദാവുനി ആണോ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, അൽബിറൂനി എന്നുള്ളതാണ്. അൽബിറൂനിയാണ് കിതാബുൽ ഹിന്ദ് എഴുതിയിട്ടുള്ളത്. ഈ കിതാബുൽ ഹിന്ദ് തന്നെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? താരീഖ് ഇ ഹിന്ദ് എന്ന പേരിലും അറിയപ്പെടുന്നത്. പിന്നെ ഇബ്നു ഖൽദൂന്റെ പ്രധാനപ്പെട്ട വർക്ക് എന്ന് പറയുന്നത് കിതാബുൽ ഇബാർ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, മുഖദ്ദിമ എന്ന് പറയുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ അതിനകത്ത് സിയാവുദ്ദീൻ ബറാനിയുടെ വർക്കുകൾ, താരിഖി ഫിറോസ് ഷാഹി, താരിഖി ജഹാന്തരി തുടങ്ങിയിട്ടുള്ള ഒരുപാട് വർക്കുകളുണ്ട്. അതുപോലെ ബദാവനിയുടെ വർക്കാണ് മുന്തഖബ് ഉൽ താരീഖ് എന്ന് പറയുന്നത്. അതെല്ലാം പഠിച്ചു വെക്കുക. ഇത്തരത്തിലുള്ള മെഡീവൽ സോഴ്സുകളൊക്കെ വളരെ അത്യാവശ്യമായിട്ട് മനസ്സിലാക്കേണ്ടതും എക്സാമിന് നിരന്തരം ചോദിക്കുന്നതുമാണ്. ഇനി അടുത്ത ചോദ്യമാണ്, ദ ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ ബയോഗ്രാഫി ഇൻ സാൻസ്ക്രിറ്റ് ഈസ് ഓതേർഡ് ബൈ. ആദ്യത്തെ സാൻസ്ക്രിറ്റിലുള്ള ഹിസ്റ്റോറിക്കൽ ബയോഗ്രാഫി എഴുതിയത് ആര്? ഓപ്ഷൻ എ കൽഹണ, ഓപ്ഷൻ ബി കൗഡില്യ, ഓപ്ഷൻ സി ബിൽഹണ, ഓപ്ഷൻ ഡി ബാണഭട്ട. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി, ബാണഭട്ട എന്നുള്ളതാണ്. ബാണഭട്ടയുടെ വർക്ക് ഏതാണ്? ദാറ്റ് ഈസ് ഏതാണ്? ഹർഷചരിത അല്ലെ? ഹർഷന്റെ കോർട്ട് പോയിട്ടായിരുന്നു ആര്? ബാണഭട്ട എന്ന് പറയുന്നത്. സോ ബാണഭട്ട ഹർഷനെ സംബന്ധിച്ച് എഴുതിയിട്ടുള്ള ബയോഗ്രാഫിക്കൽ വർക്കാണ് ഹർഷചരിത എന്ന് പറയുന്നത്. ആൻഡ് കൗഡില്യന്റെ പ്രധാനപ്പെട്ട വർക്കാണ് അർത്ഥശാസ്ത്ര എന്ന് പറയുന്നത്. ബട്ട് അർത്ഥശാസ്ത്ര ഒരു ബയോഗ്രാഫിക്കൽ വർക്ക് അല്ല. പിന്നെ ബിൽഹണയുടെ വർക്കാണ് വിക്രമാംഗ ദേവചരിത എന്ന് പറയുന്നത്. ആൻഡ് വിക്രമാംഗ ദേവചരിത ഇറ്റ് ആക്ച്വലി ബയോഗ്രാഫിക്കൽ വർക്കാണ്. ബട്ട് ഇത് വന്നിട്ടുള്ളത് ബാണഭട്ട എഴുതിയ ഹർഷചരിതയുടെ ഒരുപാട് വർഷങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ബിൽഹണയുടെ വർക്ക് വരുന്നത്. ഇത് 11th സെഞ്ചുറിയിലായിരുന്നു, ഇതിവിടെ 7th സെഞ്ചുറിയിലാണ് വരിക. ഇനി കൽഹണയുടെ വർക്കാണ് രാജതരംഗിണി എന്ന് പറയുന്നത്. 12th സെഞ്ചുറിയിലാണ് രാജതരംഗിണി വരുന്നത്. സോ ഇതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ബാണഭട്ട എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഹർഷചരിതയാണ് അതിൽ വരുന്നത്. ഇനി അടുത്ത ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, നീലകണ്ഠ ശാസ്ത്രി ഉണ്ട്, ഇവിടെ ബുക്കും ഓതേഴ്സും എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം എന്നുള്ളതാണ്. ഏഷ്യ ആൻഡ് വെസ്റ്റേൺ ഡോമിനൻസ് ആർ സത്യനാഥയ്യർ അങ്ങനെയാണ് വരിക കേട്ടോ. Introduction to the study of Indian history, K.M. Panikkar. Foreign notices of South India, D.D. Kosambi, the Nayagas of Madurai. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് K.A. നീലകണ്ഠ ശാസ്ത്രിയുടെ വർക്കാണ് ഫോറിൻ നോട്ടീസസ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത്. ദെൻ സത്യനാഥ അയ്യരുടെ വർക്കാണ് ദ നായകാസ് ഓഫ് മധുരൈ എന്ന് പറയുന്നത്. ദെൻ K.M. പണിക്കരുടെ വർക്കാണ് ഏഷ്യ ആൻഡ് വെസ്റ്റേൺ ഡോമിനൻസ് എന്നുള്ളത്. D.D. കൊസാംബി എഴുതിയിട്ടുള്ളതാണ് ഇൻട്രൊഡക്ഷൻ ടു ദ സ്റ്റഡി ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഹു റോട്ട് ദ ബുക്ക് പ്രോബ്ലംസ് ഓഫ് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫി? മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫിയുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം എഴുതിയത് ആര്? ബിപിൻ ചന്ദ്രയാണോ, D.D. കൊസാംബി ആണോ, ഇർഫാൻ ഹബീബാണോ, മുഹമ്മദ് ഹബീബാണോ?
ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഇർഫാൻ ഹബീബ് എന്നുള്ളതാണ്. അദ്ദേഹമാണ് പ്രോബ്ലംസ് ഓഫ് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന വർക്ക് എഴുതിയിട്ടുള്ളത്. നമ്മൾ എല്ലാ എക്സാമിനെയും സംബന്ധിച്ച് പറയുന്ന പോലെ തന്നെ സെറ്റ് എക്സാമിൽ പ്രത്യേകിച്ച് അതിൻ്റെ PYQ എന്നുള്ളത് റിപ്പീറ്റ് ചെയ്യുന്നതും അതിൻ്റെ PYQൻ്റെ അതേ ഭാഗത്ത് നിന്ന് വീണ്ടും വരിക എന്നുള്ളത് അധികമാണ്, അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങനെ കണ്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ കുറച്ച് പഴയ വർഷങ്ങളിലെ PYQ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ സുഖമായിട്ട് നിങ്ങൾക്ക് സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ ഫോളോ ചെയ്യുക. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു നോളജ് ബേസ് ഉണ്ടാക്കിയെടുക്കാൻ അത് നിങ്ങളെ സഹായിക്കും എന്നുള്ളത് തന്നെയാണ്. നന്നായിട്ട് എല്ലാ വീഡിയോസും വാച്ച് ചെയ്യുക. അത്രയുണ്ടെങ്കിൽ തന്നെ സുഖമായിട്ട് നിങ്ങൾക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സെറ്റ് അത്ര ബുദ്ധിമുട്ടുള്ളൊരു എക്സാം ഒന്നും അല്ല. ആൻഡ് ഓൾസോ സെറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പല സമയത്തും നമ്മുടെ HSSTൻ്റെ എക്സാമിൽ, അതുപോലെ തന്നെ HSAയുടെ എക്സാമിൽ, ആൻഡ് ഓൾസോ ജനറൽ PSCയുടെ അകത്ത് ആൻഡ് നെറ്റ് എക്സാമിനകത്ത് വരെ, ഇപ്പോൾ ഈ ഒരു നീലകണ്ഠ ശാസ്ത്രിയുടെ വർക്കൊക്കെ കഴിഞ്ഞ നെറ്റ് എക്സാമിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വരെ റിപ്പീറ്റ് ചെയ്ത് കാണാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ CUETയുടെ എക്സാമിനൊക്കെ ഇത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ആൻഡ് അടുത്തൊരു ചോദ്യമാണ്, ദ പട്ടണം എക്സ്കവേഷൻസ് ആർ കണ്ടക്റ്റഡ് ബൈ. ഇത് നമ്മുടെ കേരള ഹിസ്റ്ററിയിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ പട്ടണം എക്സ്കവേഷൻ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ആര് എന്നുള്ള ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ICHR ആണോ, KCHR ആണോ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണോ, കേരള സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണോ? പട്ടണം എക്സ്കവേഷൻ നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ അത് നടത്തിയിട്ടുള്ളത് ഓപ്ഷൻ ബി KCHR എന്നുള്ളതാണ്. കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്നുള്ളതാണ്. ICHR എന്ന് വെച്ചാൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇനി മറ്റൊരു ചോദ്യം നോക്കാം. F. Fawcett was responsible for the discovery of. F. Fawcett കണ്ടെത്തിയിട്ടുള്ളത് ഏതാണ്? പട്ടണമാണോ, കൊർഗയാണോ, മുസിരിസ് ആണോ, എടക്കലാണോ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി എടക്കൽ എന്നുള്ളതാണ്. എടക്കൽ കേവ്സിന്റെ ഡിസ്കവറർ എന്ന് പറയുന്നത് F. Fawcett ആണ്. ഇനി അടുത്ത ചോദ്യമാണ്, മെൻഷൻ ദ സംഘം ലിറ്ററേച്ചർ ദാറ്റ് റെഫേഴ്സ് ടു തിരുവോണം. തിരുവോണത്തിനെ സംബന്ധിച്ച് പറയുന്ന സംഘം ലിറ്ററേച്ചർ, സംഘം വർക്ക് ഏത്? തൊൽക്കാപ്യമാണോ, അകനാനൂറാണോ, മധുരൈ കാഞ്ചിയാണോ, അല്ല മണിമേഖലൈ ആണോ എന്നുള്ളതാണ്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി മധുരൈ കാഞ്ചി എന്നുള്ളതാണ്. മാങ്കുടി മധുരനാർ, ഓക്കെ, മരുതനാർ, അദ്ദേഹമാണ് മധുരൈ കാഞ്ചി എന്ന് പറയുന്ന വർക്ക് എഴുതിയിട്ടുള്ളത്. ദെൻ തൊൽക്കാപ്യം എന്ന് പറയുന്നത് ഒരു ഗ്രാമർ ടെക്സ്റ്റ് ആയിരുന്നു, തൊൽക്കാപ്യരുടെ വർക്കാണ്. പിന്നെ അകനാനൂർ എന്ന് പറയുന്നത് ലവ്വിനെ സംബന്ധിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ എന്നുള്ളതാണ്. സോ അതിനെ സംബന്ധിച്ചിട്ടുള്ള 400 പോയംസ് ആണ്. മണിമേഖല എന്ന് പറയുന്നത് ഇറ്റ് വാസ് റിട്ടൺ ബൈ സിത്തലൈ സാത്തനാർ. മണിമേഖലയെ സംബന്ധിച്ച് തന്നെ ആണ് അത് എഴുതിയിട്ടുള്ളത്. ഇനിയും അടുത്ത 19ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. പോയിന്റ് ഔട്ട് ദ ഏർലിയസ്റ്റ് ഇൻസ്ക്രിപ്ഷൻ വിച്ച് മെൻഷൻസ് അബൌട്ട് ദ കുലശേഖരാസ്. കുലശേഖരാസിനെ സംബന്ധിച്ച് പറയുന്ന ആദ്യത്തെ ഇൻസ്ക്രിപ്ഷൻ ഏത്? ഓപ്ഷൻ എ തരിസാപ്പള്ളി, ഓപ്ഷൻ ബി വായപ്പള്ളി, ഓപ്ഷൻ സി കാർത്തികപ്പള്ളി, ഓപ്ഷൻ ഡി അയ്യമ്പള്ളി. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി വായപ്പള്ളി എന്നുള്ളതാണ്. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഓർത്തു വെക്കാം. ഒന്ന് കുളവായ എന്ന് ഓർത്തു വെക്കാം, അല്ലെങ്കിൽ വാഴക്കുല എന്നുള്ള രീതിയിലും ഓർത്തു വെക്കാം. ഏത് രീതിയിലാണെങ്കിലും കുലശേഖരാസിനെ പറ്റി ആദ്യം പറയുന്നത് വാഴപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ ആണ്. ഇനി നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു സെഷനിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. ദ ഏർലിയസ്റ്റ് ലിറ്റററി സോഴ്സ് അബൌട്ട് കേരള സ്പൈസസ് ട്രേഡ്. കേരളത്തിന്റെ സ്പൈസസ് ട്രേഡിനെ സംബന്ധിച്ചിട്ടുള്ള ആദ്യത്തെ ലിറ്റററി സോഴ്സ് ഏതാണ്? കേരളോൽപ്പത്തിയാണോ, കേരള മഹാത്മ്യമാണോ, ഓൾഡ് ടെസ്റ്റമെന്റ് ആണോ, ന്യൂ ടെസ്റ്റമെന്റ് ആണോ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബൈബിളിന്റെ ഓൾഡ് ടെസ്റ്റമെന്റ് ആണ്. കേരള സ്പൈസസ് ട്രേഡ്, കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിനെ സംബന്ധിച്ച് പറയുന്ന ആദ്യത്തെ ലിറ്റററി റെഫറൻസ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരു 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റിമൈനിങ് ക്വസ്റ്റ്യൻസ് വിൽ ബി ഡിസ്കസ്ഡ് ഇൻ ദി അപ്കമിങ് സെഷൻസ്. സ്റ്റേ ട്യൂൺഡ് വിത്ത് us. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് ഉപയോഗിക്കാവുന്നതാണ്. ആൻഡ് ഓൾസോ നമ്മുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്തേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ആദ്യത്തെ കമൻറ്റ് ഉണ്ട്. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഗ്രൂപ്പിനകത്ത് നമ്മൾ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ
എക്സാമുകൾക്ക് വേണ്ട പോൾ ക്വസ്റ്റ്യൻസ്, മെറ്റീരിയൽസ്, അതുപോലെയുള്ള യൂട്യൂബ് വീഡിയോസിൻ്റെ ലിങ്കുകൾ തുടങ്ങിയിട്ടുള്ളവയൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഫ്രീ പ്ലാറ്റ്ഫോം. എല്ലാവർക്കും ജോയിൻ ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ താങ്ക് യു. അടുത്തൊരു സെഷനിൽ കാണാം. അതുവരേക്കും ബൈ.